വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് 2 മുടി നരച്ചിക്ക് നരച്ചിക്ക് എന്ന്. അപ്പോൾ ആ മുടി ഒന്ന് റെഡിയാക്കണം, അതേപോലെ ഒന്ന് മുടി ഒന്നുകൂടി ഒന്ന് കളറ് ചെയ്താലോ എന്നൊരു ചിന്താഗതി. കളർ ചെയ്തതൊക്കെ പോയിട്ടില്ല കേട്ടോ. എനിക്ക് മുടി കളർ ചെയ്താൽ ഒരുപാട് കാലം നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി ഒന്ന് കളറ് കൊടുത്താലോ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അരുണും വീട്ടിലുണ്ട്. അവനോടൊന്ന് പാർലറിൽ ഇറക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞു. ഏത് വണ്ടിമല ഇതില്ല. 1 2 3 ഒരു വീട്ടിൽ ഒരു ബൈക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോട്ടെ 2 കണ്ടു കഴിക്കും, 3 കണ്ടു കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ 4 ബൈക്കായിട്ടുള്ളത്. അതിൽ 2 അരുണിൻ്റെ കമ്പനിക്കാരൻ്റെതാണ്, 2 നമ്മുടെ വീട്ടിലുള്ളതും. അപ്പോൾ അതിൽ ഏതെടുത്ത് പോവാം എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ ഓൻ അത്തള പിത്തള ചെല്ലിയത്. ഹെൽമെറ്റ് എടുക്കാത്തതും കൊണ്ട് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ വെള്ളമല്ല കേട്ടോ, മഴയാണ്, നിറയെ വെള്ളമായിരിക്കും, അതിൽ പോകാനേ പറ്റൂല. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ പോകാം കേട്ടോ. അങ്ങനെ താഴെ വണ്ടി നിർത്തിയിട്ട് പാർലറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ എന്നെ അവിടെ ആക്കിത്തരാൻ പോവുകയാണ്. ഇറക്കിത്തരാനല്ല, ആക്കിത്തരാൻ പോവുകയാണ്. 2 നില മുകളിൽ കയറണം. പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ ചേച്ചി, അവിടുത്തെ ഓണർ എൻ്റെ സുഹൃത്താണ്. എൻ്റെ മാത്രം സുഹൃത്തല്ല കേട്ടോ, അവൻ്റെയും സുഹൃത്താണ്. അപ്പോൾ ചേച്ചീനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ അവന് ചേച്ചീനെയും ഒന്ന് കാണാമല്ലോ എന്നുള്ള രീതിയിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് പോരുകയാണ്. അപ്പം നമ്മൾ ഷോർട്ട് വഴി കൂടി കയറിയത് കൊണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ആളൊഴിഞ്ഞ പോലെ കിടക്കുന്നത്. ഫ്രണ്ടിൽ കൂടിയാണ് അവിടെ മെയിനായിട്ട് വരിക. നമ്മൾ വണ്ടി നിർത്തിയിട്ട് കയറിയതാണ്. അങ്ങനെ അരുൺ എന്നെ അവിടെ ആക്കി തന്ന് മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രയറിട്ട് ഉണക്കിയിട്ടുള്ള ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ പഴയ മുടിയുടെ കളറൊന്നും പോയിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കളറ് കാണാം. അതൊന്നും കൂടി ഒന്ന് ഡാർക്ക് ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നിലവിലുള്ള മുടിയെ. അപ്പോൾ പിന്നീട് കളറടിച്ചപ്പോൾ എൻ്റെ കയ്യിലായിട്ടോ. കളറടിച്ച ഫേസ് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, കാരണം അത് കൊടുക്കുന്നത് ഭയങ്കര ബോറാണ്. പിന്നെ ചിലരെടുത്ത് അത് തംബ്ലൈനൊക്കെ ഇടാൻ ഉപയോഗിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കളറ് അടിച്ചു കഴിഞ്ഞ് വാഷ് ചെയ്ത് വന്നിരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുടി കാണിച്ചു തരാവേ. അപ്പോൾ മുടി ഇതേ ഇങ്ങനെയാണുള്ളത്. കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഈ ഒരു കളറ് മാറ്റിക്കൂടെ എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാട്ടോ. അതുകൊണ്ടാണ് ഈ സെയിം കളർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ കളറൊക്കെ ചെയ്ത് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയേ പാർക്കിങ്ങിൽ എത്തി നോക്കുമ്പം വണ്ടി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ പറയുക, നനച്ചു പോയി എൻ്റെ ബാല്യം എന്ന് പറഞ്ഞതുപോലായിപ്പോയല്ല ഗായ്സ്. വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, ഏതാണെന്നറിയില്ല. ഹലോ, മാമനെവിടെ പോയി? ഏതാ വണ്ടി? ഈ 5395? ആ, അങ്ങനെ വണ്ടി നമ്പർ പറയും. 4946. ആ, 4946 തന്നെയല്ലേ W? ആ, ഓക്കെ. അരുണ് പോയപ്പോൾ വണ്ടി തന്നതാ. ഏതാ വണ്ടിന്ന് എനിക്കൊരു പിടുത്തമില്ല. അവൻ്റെ കമ്പനിക്കാരൻ്റെ വണ്ടിയാ, അതാ. അങ്ങനെ വണ്ടി എടുത്ത് പോന്ന് തിരിച്ചങ്ങോട്ട് പോയ അതേ അണ്ടർപാസിൽ കൂടെ തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ടും പോകുന്നത്. പക്ഷേ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര തിരക്ക്, 1:30 തിരക്കാട്ടോ കാണുന്നത്. അങ്ങനെ വീട്ടിലെത്തി കുളിയൊക്കെ പാസ്സാക്കി ചായ കുടിക്കാൻ നോക്കുകയാണ്.
സാൻഡ്വിച്ച് നല്ല സ്മെല്ലുണ്ട്. എനിക്ക് എന്തെങ്കിലും ചായൻ്റെ ലൈറ്റ് കഴി മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അടുത്തത് ബർഗർ. അയ്യോ, മുട്ടയൊക്കെ ഉണ്ട്, കോഴിമുട്ട ഉണ്ട്. മോളെ ടിഷ്യൂ മൊത്തം സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു സ്നാക്സ് വാങ്ങാൻ പറഞ്ഞു വെച്ചതാണ്, അതിന് മേടിച്ചു കൊണ്ടുവന്നതാണ് ഇവനിതെല്ലാം കൂടി. അങ്ങനെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ ഫുള്ളായിട്ട്. മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ബാലൻസ് ആയി കിടക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച് ബർഗർ എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ബർഗറായിരിക്കുമെന്ന്. അങ്ങനെ പിന്നെ ബർഗറും ചായയും, ചൂട് തണിഞ്ഞ ചായ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ചൂടുള്ള ചായയും ചൂടില്ലാത്ത ചായയും ബർഗറും എല്ലാം കൂടിയും കൂട്ടി കഴിച്ച് വയറെല്ലാം കൂടി ഫില്ലായിട്ടോ. നല്ല ഫില്ലാവാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ട്.